ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഫാമിലി റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് എന്നത്തെയും പോലെ നമ്മുടെ ഷോപ്പിലത്തെ കാര്യങ്ങളും വീട്ടുവിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലാണ് ചെയ്യുന്നത്, മഷ്റൂമാണ് കേട്ടോ. മഷ്റൂം മസാലയാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനാണ്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലൊക്കെ ഇവിടെ എപ്പോഴും കടകളിലൊന്നും കിട്ടില്ല കേട്ടോ, വല്ലപ്പോഴും മാത്രമേ അത് കിട്ടാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ന് മഷ്റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതാണ് കേട്ടോ ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് മസാല പോലെയാണ് വെക്കുന്നത് കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി എല്ലാം കുറച്ചിട്ട് നമുക്ക് അളവ് അറിയാമല്ലോ, അതിനനുസരിച്ചിട്ട് നമുക്ക് എത്ര മഷ്റൂം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ എന്താ പറയുക ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രേവിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂമിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മഷ്റൂം മസാലയാണ് കേട്ടോ അത്. നമ്മൾ കടകളിലൊക്കെ വാങ്ങിക്കില്ലേ അതുപോലെ ഉണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ വെക്കണതുകൊണ്ട് പറയല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇതുപോലെ വെക്കുന്നത്. അപ്പോൾ അതാ മഷ്റൂമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, നന്നായി തിളച്ചു. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ആ ഗ്രേവി തന്നെ മതി. പിന്നെ നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ നമ്മുടെ മഷ്റൂം മസാലയൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ കൊള്ളാണ് കേട്ടോ, കൊള്ളു വറുക്കുകയാണ്. നമുക്ക് ഉച്ചയ്ക്കുള്ള ചാറിനാണ് കേട്ടോ. കൊള്ളുപ്പുളിയാണ് ഉച്ചയ്ക്ക് വെക്കുന്നത്, പാലക്കാടൻ സ്പെഷ്യൽ കൊള്ളുപ്പുളിയാണ് കേട്ടോ. അപ്പോൾ കൊള്ളുപ്പുളി എന്ന് പറഞ്ഞാൽ ചിലവിടെ മുതിര എന്നൊക്കെ പറയില്ല, അതാണ് കേട്ടോ അത്. പിന്നെ അത് ഞാൻ വറുത്ത് കുക്കറിൽ വെച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം ദോശ ഉണ്ടാക്കുകയാണ്. മോൾക്ക് സ്കൂളിൽ പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിൽ വെച്ച ശേഷം പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കണ പരിപാടിയിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പിന്നെ മഷ്റൂം മസാല മതി എന്ന് പറഞ്ഞു കേട്ടോ മോൾക്ക്. അപ്പോൾ അതും പിന്നെ ഇന്നലത്തെ മട്ടൻ ചാറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് വേറെ ചട്നി ചമ്മന്തിയൊന്നും അരച്ചില്ല കേട്ടോ. അപ്പോൾ ദോശ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഒരു പരിപാടി ഇങ്ങനെയാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കിട്ടില്ല. കാരണം ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ വെല്ലച്ചോണം അതാ ദോശയൊക്കെ മറിച്ചിട്ടു. പിന്നെ ഇത് നമ്മുടെ കൊള്ളു വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ അത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് വേവട്ടെ വിചാരിച്ചിട്ട് അതങ്ങനെ വെച്ചു. പിന്നെ മോൾക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ തൊടിയൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ തൊടി പിന്നെ 2 ദിവസത്തിലൊരിക്കലേ അടിക്കുള്ളൂ കേട്ടോ, ഡെയിലി അടിക്കില്ല. 2 ദിവസത്തിലൊരിക്കലൊക്കെ അടിച്ചാൽ മതി, അധികമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും അടിച്ചു വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് അടിക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് പേരമരം ഉണ്ട്, അതിൻ്റെ ഇലകളും വീഴും. പിന്നെ മാവിൻ്റെ ഇലയുണ്ട് കേട്ടോ, അതുമാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ വീഴുന്നത് കേട്ടോ. അപ്പോൾ അത് 2 ദിവസത്തിലൊരിക്കലേ ഞാൻ അടിക്കുള്ളൂ. ഫ്രണ്ടിൽ പിന്നെ ഡെയിലി അടിക്കും, ഇവിടെ പിന്നെ 1.5 അടിക്കുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേറെ കുറ്റി എടുത്തിട്ട് വന്ന് മാറ്റുമ്പോണ്ട് ഗ്യാസിൽ ഞാൻ എപ്പോഴും കാണാത്ത പോലെ ഒരു ലീക്ക് പോലെയോ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ അവിടെ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു പേടിയായിട്ട് അത് പിന്നെ മാറ്റാനായിട്ട് അപ്പം ഞാൻ പിന്നെ ഗ്യാസിൻ്റെ ഏജൻറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ വരുന്ന അവരെ വിളിച്ചു കേട്ടോ. അപ്പോൾ അവർ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ വരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ആ ചേട്ടൻ വന്ന് നോക്കി, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തോ ഒരു പെന്ന്, ആ സാധനം കണ്ടില്ല, പെന്ന് വെച്ചിട്ട് അവരെന്തോ ചെയ്തു. അപ്പോൾ ഒരു സൗണ്ട് വന്നു കേട്ടോ, പെട്ടെന്നൊരു എന്താ പറയുക, ഭയങ്കര ഒരു സൗണ്ട് വന്നു. പിന്നെ അതങ്ങനെ ശരിയായിട്ടോ, അതിന് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. പിന്നെ അവർ തന്നെ മാറ്റി തന്നു. അത്ര കംപ്ലൈൻറ്റ് ഉള്ളതാണെങ്കിൽ അവർ വേറെ തരാമെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ ഇത് കുഴപ്പമില്ല, ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതിൽ തന്നെ വെച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം മോൾ സ്കൂളിൽ പോകാൻ റെഡിയായി.
മോളിപ്പോൾ സ്കൂൾ ബസ്സിലല്ല കേട്ടോ പോകണം. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കാലിത്തിരി ഉളുക്കിയത്. അപ്പോൾ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ. സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേച്ചിയുടെ മോനാണ് കേട്ടോ അത്. ചേച്ചിയുടെ മോനാണ് കൊണ്ടാക്കണേ. അങ്ങനെ മോള് സ്കൂളിൽ പോയി. പിന്നെ ഞാൻ അടുക്കളപ്പണികളൊക്കെ കഴിഞ്ഞു. അടുക്കളപ്പണികൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കറി വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ അപ്പോഴേ മറ്റേ മുതിരിയില്ലേ കൊള്ളുപ്പുളി വെക്കാൻ വേണ്ടി അത് വറുത്തിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഭരണികൾ പൈപ്പ് ഫിറ്റ് ചെയ്യണ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അന്ന് ഫിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു 10 പൈപ്പ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പണി കഴിഞ്ഞിട്ട് ഇനി അടുക്കളയിൽ പോയി കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ രാവിലെ കണ്ണമ്മച്ചിക്ക് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ കഴിച്ചു. അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വന്നത്. പിന്നെ ഇത് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഭരണികളാണ് കൂടുതൽ സെയിലാവുക. അപ്പോൾ പെട്ടെന്ന് ചിലവരൊക്കെ ഇല്ലേ നമ്മുടെ അങ്ങനെ ബസ് സ്റ്റോപ്പുകളിലും പിന്നെ ഓട്ടോ സ്റ്റാൻഡ് പിന്നെ സ്കൂൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പൊതു സ്ഥലങ്ങളിലൊക്കെ ഈ ഭരണികൾ കുറേ പേര് വാങ്ങിയിട്ട് പോകാറുണ്ട് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിറയെ ഭരണിയൊക്കെ പോവാറുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്നറിയോ, ചിലപ്പോൾ 3 ഭരണി 4 ഭരണിയൊക്കെ ഒരുമിച്ച് വേണം പറയും. അപ്പോൾ നമ്മളിങ്ങനെ പൈപ്പ് വെച്ച് സെറ്റാക്കി വെച്ചാലല്ലേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ റെഡി ആയിരിക്കണം കേട്ടോ. എപ്പോഴും ഒരു 10 സ്റ്റോക്ക് വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭരണികളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ടാപ്പ് വന്നിട്ട് ഒരു 30 രൂപയുടെ സാധാ ടാപ്പില്ല, അതാണ് കേട്ടോ വെക്കുന്നത്. മറ്റേ ക്യാനിലൊക്കെ വെക്കില്ല അങ്ങനത്തെ ഇതുപോലത്തെ ടാപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം പൈപ്പ് വെച്ച് കഴിഞ്ഞു. അതുപോലെ ഇനി ബാക്കിയുള്ളതൊക്കെ വെക്കണം കേട്ടോ. അത് ഈ ഭരണികളൊക്കെ നമ്മൾ വാങ്ങിക്കില്ലേ അപ്പം തന്നെ അതിൽ ഹോളായിട്ടുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഹോളിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുണ്ടാക്കുമ്പോൾ തന്നെ പച്ചയിൽ തന്നെ അത് ഹോളിട്ടിട്ട് പിന്നെയാണ് കേട്ടോ ചൂള വയ്ക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഹോളായിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതിലാണ് നമ്മൾ ടാപ്പ് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. MCയിലും ചേർത്തിട്ടാണ് ടാപ്പ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോഴേ അത് ലീക്ക് വരാണ്ട് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചെടുത്തു കേട്ടോ. ഫസ്റ്റൊന്നും എനിക്കിത് അറിയണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ചെയ്ത് പഠിച്ചു കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ തന്നെയാണ് ആദ്യമൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. അമ്മ വെച്ച് തരുമായിരുന്നു. പിന്നെ അമ്മ പഠിപ്പിച്ച് തന്നാണ് കേട്ടോ പൈപ്പ് ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഏട്ടനും ലീവുള്ളപ്പൊക്കെ വെക്കുകയായിരുന്നു മുമ്പൊക്കെ കേട്ടോ. ഫസ്റ്റ് എനിക്ക് അത്രയ്ക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ തന്നെ തനിച്ചാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ നമുക്ക് ഡെയിലി കുറച്ച് വെച്ചാൽ അതിൻ്റെ പണി കഴിയില്ല. അങ്ങനെ ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ കൊള്ള് കുക്കറിൽ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് ചാറ് വെക്കണം കേട്ടോ. അപ്പോൾ ചാറ് വെക്കാനായിട്ട് പുളി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ പുളി കുറച്ചധികം വേണം കേട്ടോ ഈ കറിക്ക്. പാലക്കാടൻ കൊള്ളുപുളി പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് കറി ഉണ്ടാവും. അങ്ങനെ പുളിങ്കറികളൊക്കെ പാലക്കാട് ഭയങ്കര ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ വെണ്ടയ്ക്കപ്പുളി, കൊള്ളുപ്പുളി, പിന്നെ വെള്ളപ്പയർ പുളി, അങ്ങനെ കുറേ പുളികളാണ് കേട്ടോ നമ്മുടെ പാലക്കാട് ഫേമസ് ആയിട്ടുള്ള കറികൾ. അപ്പോൾ ഞാനിന്ന് എന്തായാലും കൊള്ളുപ്പുളി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കൊള്ളു ചൂടാണ്, നമുക്ക് ഈ ചൂട് സമയത്തൊന്നും കഴിക്കാൻ പാടില്ല. എന്നാലും ഇവിടെ കുറേ ദിവസമായിട്ട് വെച്ചിട്ട് അപ്പോൾ അത് വാങ്ങിച്ച് വെച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് അത് വെക്കാമെന്ന് വിചാരിച്ചു. കൊള്ളു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും. മോൾക്കാണെങ്കിൽ അവൾ വെറുതെ കഴിക്കും കേട്ടോ. ചാറിലത്തെ കൊള്ളിലെ അതിൻ്റെ മാത്രം എടുത്തിട്ട് വെറുതെ കഴിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഞാനും വറക്കുമ്പോൾ കുറച്ച് എടുത്ത് കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കൊള്ളു വെറുതെ കഴിക്കാനൊക്കെ. അപ്പോൾ കൊള്ളുപ്പുളി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ വേവിച്ച ശേഷം പിന്നെ അതിൽ ഉപ്പും മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ അതിൽ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും കൂടി അരിഞ്ഞിടണം കേട്ടോ. നമുക്ക് വഴുതനങ്ങ ഉണ്ടെങ്കിൽ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ കഷ്ണം എന്ന് പറയാൻ വഴുതനങ്ങയാണ് മെയിനായിട്ട് ഇടാറ്. ഞാൻ പിന്നെ ഒന്നും ഇടുന്നില്ല കേട്ടോ. വഴുതനങ്ങ ഒന്നും ഇടുന്നില്ല. ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ. വഴുതനങ്ങ കഷ്ണങ്ങളൊന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വെറുതെ എന്തിനാ ഇടുന്നത് വിചാരിച്ച് ഞാനതൊന്നും ഇട്ടില്ല. അപ്പോൾ കൊള്ളും പിന്നെന്താ ചെറിയുള്ളി വെളുത്തുള്ളി തക്കാളി അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ഒന്നും ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ തക്കാളി കൂടുതൽ വാങ്ങിയിട്ടോ. നമ്മുടെ വണ്ടിയിൽ വിൽക്കാൻ പറ്റില്ലേ 5 കിലോ 100 പറഞ്ഞിട്ട് വരില്ലേ, അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് കൂടുതൽ ഇട്ടില്ലെങ്കിൽ ലാസ്റ്റ് നിറയെ ബാക്കി വന്ന് കേട് വന്ന് കളയേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ചാറിൽ ഒരെണ്ണം ഇടണോടെ 2 3 വെച്ചാണ് കേട്ടോ അപ്പോൾ ഇടുന്നത്. അല്ലെങ്കിൽ തക്കാളി അങ്ങനെ ബാക്കി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച ശേഷം നമുക്ക് കുറച്ച് തേങ്ങ അരച്ചൊഴിക്കണം കേട്ടോ. തേങ്ങ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. തേങ്ങ ഒഴിച്ചില്ലെങ്കിൽ എന്താണെന്നറിയോ ഒരുപാട് വെള്ളം പോലെ ഉണ്ടാവും കേട്ടോ. ഈ കറി വന്നിട്ട് അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടാൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ കുറേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല.
ഇടയിൽ എന്തോ ഭയങ്കര തിരക്കിൽ പെട്ടു കേട്ടോ. കടയിൽ എന്താണെന്നറിയില്ല, ഓർമ്മയില്ല, എന്തോ ഒരു തിരക്കിൽ പെട്ടു. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തത് രാത്രിയാണ് കേട്ടോ. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് കാളനാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ കാളൻ, ഈ പാനിപ്പൂരി ആ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതിലത്തെ കാളനാണ് കേട്ടത്. അപ്പോൾ മോള് യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു റെസിപ്പിയൊക്കെ കണ്ടുവെച്ച് എൻ്റെ അടുത്ത് ഉണ്ടാക്കി തരാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ മഷ്റൂം മസാല ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അത് 2 ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ മഷ്റൂം. അതിലത്തെ ഒരെണ്ണമാണ് നമ്മൾ രാവിലെ മസാല വെച്ചത്, പിന്നെ ഒരെണ്ണം ബാക്കിയുണ്ടല്ലോ. അപ്പോൾ അതിലൊരു കാളിനുണ്ടാക്കണം പറഞ്ഞു കേട്ടോ. അപ്പോൾ യൂട്യൂബ് നോക്കി സംഭവങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ അപ്പോഴേ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കാളൻ ഉണ്ടാക്കി. മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, എന്നാലും കുഴപ്പമില്ല, നന്നായിരുന്നു പറഞ്ഞു. പിന്നെ ഒരുപാട് ലേറ്റായിട്ടോ കട അടയ്ക്കാനൊക്കെ. അതൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോപ്പൊക്കെ അടച്ചു. പിന്നെ മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി വന്നു. പിന്നെ അപ്പോഴേക്കും ഭയങ്കര ടയേർഡ് കേട്ടോ. പിന്നെ നമ്മൾ ആ കാളൻ കഴിച്ചു. പിന്നെ അന്ന് രാത്രി നമ്മൾ വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അതുതന്നെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കഴിച്ചത്. കാരണം ചേച്ചിക്ക് പിന്നെ എപ്പോഴും ദോശ വേണമല്ലോ, അപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇത് കാളനും കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. എപ്പോഴും കഴിക്കില്ല കേട്ടോ, എന്നാലും ഇന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. ദോശയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാത്രിയത്തെ ഫുഡ് കാളനാക്കിയിട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വയറ് നിറച്ച് പിന്നെ അങ്ങനെ വേറെ ഒന്നും കഴിച്ചില്ല. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഭയങ്കര ടയേർഡ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് കുറേ പണികളുള്ള പോലത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മോൾക്ക് കഴിക്കാൻ കൊടുത്തു. ഇത് മാത്രം കഴിച്ചാൽ ചിലപ്പോൾ രാത്രി പിന്നെ ഇടയിൽ വിശന്നാലോ പറഞ്ഞിട്ട് മോൾക്ക് ഒരു പഴം കൊടുത്തു. പിന്നെ ഞാനും ഒരു പഴം കഴിച്ചു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്ന് രാത്രിയിലത്തെ ഫുഡ്, അതായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ടയേർഡായി, നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.